അതെ ഗൈസ്, ഈ നീല ബസ്സിൽ കയറേണ്ട ഞാൻ പോയി കയറിയത് ഏതോ വെള്ള ബസ്സിലായിരുന്നു. ബസ് കുറച്ചു ദൂരം പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. അപ്പം തന്നെ ഞാൻ ഏതോ സ്റ്റോപ്പിൽ ചാടി ഇറങ്ങി. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ ഇവിടെ കാത്തു നിന്ന് 2 ബസ് മാറിക്കയറി വീട്ടിൽ പോവാം, അല്ലെങ്കിൽ 1 മണിക്കൂർ നടന്ന് നേരെ വീട്ടിലെത്താം. എന്തായാലും ഞാൻ നടക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതൊരു വല്ലാത്ത തീരുമാനമായിരുന്നു. ആ തീരുമാനത്തെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. കാരണം ഒടുക്കത്തെ കാറ്റും ഒടുക്കത്തെ തണുവായിരുന്നു. എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു പരിധി കഴിഞ്ഞപ്പോൾ. അപ്പോഴാണ് മാലാഖയുടെ പോലെ ആരോ കാറിൽ വന്നത്. അവരെവിടുന്നാ വന്നേ, എന്തിനാ വന്നേന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നോട് കയറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ രണ്ടും കൽപ്പിച്ച് കയറി. കാരണം എനിക്ക് അത്രയും പുറത്തത്തെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു പക്ഷെ അവർ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തണുത്ത് മരവിച്ച് റോട്ടിൽ കിടന്ന് മരിച്ചേനെ. അമ്മ അതിൽ തണുവായിരുന്നു. പക്ഷെ അവരെന്നെ കറക്റ്റായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ എന്നെ കൊണ്ട് ഇറക്കി തന്നു കേട്ടാ. എനിക്കിത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്.